കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hi all, welcome to IGNO Focus 5.0. IGNO previous year question paper ഒരു ultimate analysis ആണ് ഇത് whole session. So in this session we are discussing BO Economics paper EECC 105. So ഈ ഒരു ultimate analysis എന്ന് പറയുന്നത് ഒരു ഗൈഡ് ലൈൻ ആണ് നമ്മുടെ ലേണേഴ്സിനെ ഡിസംബർ 2025 പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിന് വേണ്ടിയിട്ട് ഒഫീഷ്യൽ സിലബസും അതുപോലെ പ്രീവിയസ് ഇയറിൽ മൾട്ടിപ്പിൾ ആയിട്ട് ചോദിച്ചിട്ടുള്ള റെക്കറന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ഒരു സെഷനിൽ ഗോ ത്രൂ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു സെഷന്റെ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് സിലബസ് മാപ്പിംഗ് തന്നെയാണ്. ബ്ലോക്ക് വൈസ് ആയിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിന്റെ ഹിസ്റ്റോറിക്കൽ റെലവൻസ് അനുസരിച്ചിട്ട്. എസ്പെഷ്യലി ഈ ഒരു പെർട്ടിക്കുലർ പേപ്പറിലുള്ള കോർ തീംസ് യൂട്ടിലിറ്റി, കോസ്റ്റ് മിനിമൈസേഷൻ, സപ്ലൈ, അങ്ങനെ ഡിഫറെന്റ് ടോപ്പിക്സിന് ഇതിന്റെ വൈറ്റേജ് അനുസരിച്ചിട്ടും റെലവെന്റ് അനുസരിച്ചിട്ട് ഹൈ ടു ലോ മീഡിയം കാറ്റഗറിയിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. ഡിഫറെന്റ് എക്സാം ഫോർമാറ്റ് ഉണ്ട്, അതിന്റെ മാർക്ക് ട്രെൻഡും സ്ട്രക്ചറും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ റെക്കറന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ഒരു പ്രോബബിലിറ്റിയും പ്രഡിക്ഷൻസും ഫോർ ദിസ് ഡിസംബർ TEE. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ദിസ് ഗൈഡ് ലൈൻ ഇസ് മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ ആണ്. ഇഗ്നോയുടെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ മിറർ ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു മോഡൽ പേപ്പർ ആണ്. എൻഡ് ഓഫ് ദ സെഷനിൽ നമ്മളത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മാർക്ക് സ്കീമും അതുപോലെ തന്നെ ആൻസർ സ്ട്രക്ചറും നമ്മുടെ ലേൺവൈസ് ആപ്പിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും നിങ്ങൾ ആപ്പ് ചെക്ക്ഔട്ട് ചെയ്യണം. ഒരു 3 hours സ്പെൻഡ് ചെയ്തിട്ട് ഈ ഒരു ഹോൾ പ്രഡിക്റ്റീവ് പേപ്പർ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് TEയിൽ മാർക്ക് കൂടാനുള്ള സാധ്യതയുണ്ട്. സോ സിലബസ് മാപ്പിംഗ് നമ്മൾ ബ്ലോക്ക് വൈസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് റെലവൻസ് നമ്മൾ എന്തടിസ്ഥാനത്തിലാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഹൈ എന്ന് പറയുമ്പോൾ ഒരു 10 times അപ്പിയർ ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ. അതുപോലെ മീഡിയം എന്ന് പറയുമ്പോൾ 5 to 9 times അപ്പിയറൻസസ് ഉണ്ടായിട്ടുണ്ട്. ലോ എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 5 times അപ്പിയറൻസ് ഉണ്ടായിട്ടുണ്ട്. സോ നമ്മൾ ബ്ലോക്ക് വൈസ് ആയിട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1 യൂട്ടിലിറ്റി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. 23 times അപ്പിയറൻസ് ഉണ്ടായിട്ടുണ്ട്. സോ ഒബ്വിയസ്ലി ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. യൂട്ടിലിറ്റി ഫംഗ്ഷൻ ആൻഡ് പ്രിഫറൻസസ് 17 അപ്പിയറൻസസ് ആണ്, ഹൈ റെലവെന്റ് ആണ്. റിലേഷൻ ബിറ്റ്വീൻ കൺസ്യൂമർ സർപ്ലസ്, കോമ്പൻസേറ്റിംഗ് വേരിയേഷൻ ആൻഡ് എക്വിവാലന്റ് വേരിയേഷൻ 6 times അപ്പിയറൻസ് ഉണ്ടായിട്ടുണ്ട്, മീഡിയം റെലവൻസ് ആണ്. നെക്സ്റ്റ് യൂണിറ്റ് 4 ചോയ്സ് ഓൺ സെർട്ടനിറ്റി ആണ്. ഇന്റർടെമ്പോറൽ ചോയ്സസ് റിസ്ക് 11 times അപ്പിയറൻസ് ആണ്, ഹൈ റെലവെന്റ് ആണ്. ഇന്റർടെമ്പോറൽ ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ് 8 times റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ മീഡിയം റെലവെന്റ് ആണ്. റിഡക്ഷൻ ഫംഗ്ഷൻ 58 times അപ്പിയർ ചെയ്തിട്ടുണ്ട്, വെരി ഇമ്പോർട്ടൻറ്റ്, ഹൈ റെലവെന്റ് ആണ്. നെക്സ്റ്റ് ലിയോൺടീഫ് പ്രൊഡക്ഷൻ ആൻഡ് ഫംഗ്ഷൻ 33 അപ്പിയറൻസസ് ആണ്, ഹൈ റെലവെന്റ് ആണ്. കോസ്റ്റ് ഫംഗ്ഷൻ 24 ഹൈ റെലവെന്റ് ആണ്. ആവറേജ് മാർജിനൽ കോസ്റ്റ് ഫംഗ്ഷൻ 20 times റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, ഹൈ റെലവെന്റ് ആണ്. സപ്ലൈ കേവ്സ് 18 times റിപ്പീറ്റഡ് ആണ്, ഹൈ റെലവെന്റ് ആണ്. ഷോർട്ട് റൺ സപ്ലൈ കർവ് 18 times റിപ്പീറ്റഡ് ആണ്, ഹൈ റെലവെന്റ് ആണ്. കോമ്പറ്റേറ്റീവ് ഇക്വിലിബ്രിയം 7 times മീഡിയം ആണ്. ദ എഫിഷ്യൻസി ഓഫ് കോമ്പറ്റേറ്റീവ് ഇക്വിലിബ്രിയം 5 times റിപ്പീറ്റഡ് ആണ്, മീഡിയം റെലവെന്റ് ആണ്. സോ ടോട്ടൽ ക്വസ്റ്റ്യൻ പെർ ബ്ലോക്ക് നമ്മളൊരു ബാർ ചാർട്ട് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1 വെരി ഇമ്പോർട്ടന്റ് ആണ്, കൺസ്യൂമർ തിയറി, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. കമ്പാരിറ്റീവ്ലി ബ്ലോക്ക് 1നെക്കാട്ടിലും ബ്ലോക്ക് 3നെക്കാട്ടിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്ക് ആണ് ബ്ലോക്ക് 2. ഒത്തിരി കോർ ടോപ്പിക്സ് റിപ്പീറ്റ് ആയിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ ഈ ഒരു ബാർ ചാർട്ടിൽ 2019 തൊട്ട് 25 വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഗോ ത്രൂ ചെയ്ത് അതിലുള്ള വെയിറ്റേജ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബാർ ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു ഹീറ്റ് മാപ്പ് സമ്മറി ആണ്. യൂണിറ്റ് 5 ബ്ലോക്ക് 2 യൂണിറ്റ് 5 വെരി ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ യൂണിറ്റ് 6ഉം. നെക്സ്റ്റ് 2020 തൊട്ട് 25 ജൂൺ വരെയുള്ള നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ നിന്നും എടുത്തിട്ടുള്ള ഹൈ yield ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. അതിന്റെ ലിയോൺടീഫ് ഫിക്സ്ഡ് പ്രൊപ്പോർഷൻ ടെക്നോളജി, ടെക്നോളജിക്കൽ പ്രോഗ്രസ്സും പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ലിങ്കേജും ഒരു 20 to 12 മാർക്സ് ചോദിച്ചു കണ്ടിട്ടുണ്ട്, ഷോർട്ട് നോട്ട് ന്യൂമറിക്കൽസ് ആയിട്ട്.
നെക്സ്റ്റ് ഇതൊരു കോർ ടോപ്പിക്സ് ആണ്. ഇതിന്റെ ഡെറിവേഷൻസും കോമ്പാറ്റേറ്റീവ് സ്റ്റാറ്റിക്സും ആപ്ലിക്കേഷൻസും ഇന്ന ഫേം ബിഹേവിയർ ആണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. സോ അത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ആണ്. ന്യൂമറിക്കൽ കോമ്പ്യൂട്ടേഷന് 20 to 20 മാർക്സിന് ചോദിക്കാറുണ്ട്. സാധാരണഗതിയിൽ 12 മാർക്സ് ആകുമ്പോൾ 150 to 220 റേഞ്ച് വേർഡ് ലിമിറ്റിൽ നമ്മൾ എഴുതിയാൽ മതി. 20 മാർക്സ് ആകുമ്പോൾ 250 to 350 നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണം. എസ് എ ടൈപ്പ് 20 മാർക്സിനാണ് 250 to 350 വേർഡ്സ് ലിമിറ്റിൽ എഴുതണം. അനലറ്റിക്കൽ 12 മാർക്സിനാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. 150 to 220 വേർഡ്സ് ആണ്. ഷോർട്ട് നോട്ട്സ് ഡെഫിനിഷൻസ് ആയിരിക്കും കൂടുതലായിട്ടും ചോദിക്കുക. 6 മാർക്സിനാണ് സാധാരണ രീതിയിൽ അപ്പിയർ ചെയ്യാറ്. ഒരു 16 to 19 വേർഡ്സിന്റെ ഉള്ളിൽ നമ്മൾ ഡെഫിനിഷൻസ് അലോങ് വിത്ത് എക്സാമ്പിൾസ് എഴുതണം. നെക്സ്റ്റ് കമ്പയർ ഡിസ്റ്റിങ്വിഷ് 6 to 12 മാർക്സിനാണ്. 90 to 180 വേർഡ്സ് ആണ്. ഡയഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റഡ് ആണ്. 6 to 20 ആണ്. പിന്നെ MCQs ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കേസ് സ്റ്റഡീസ് ഒന്നും ഈ ഒരു പെർട്ടിക്കുലർ പേപ്പറിൽ സാധാരണഗതിയിൽ ചോദിച്ചു കണ്ടിട്ടില്ല. സോ നമ്മൾ ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷൻസ് എന്ന് പറയുമ്പം ഒരു 40% ആവറേജ് പേപ്പറിൽ മൊത്തത്തിൽ എടുക്കുവാണെങ്കിൽ 12 to 20 മാർക്സിനാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ആൽജിബ്രിക് മോഡലിംഗും ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻസും ഡെറിവേഷൻസും ഒക്കെയാണ് ചോദിക്കാറുള്ളത്. 150 to 350 വേർഡ് ലിമിറ്റിൽ നമ്മൾ എഴുതി തീർക്കണം. ഡയഗ്രാംസ് കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആവും. നെക്സ്റ്റ് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. 20 മാർക്സിനായിരിക്കും സാധാരണ രീതിയിൽ ചോദിക്കുന്നത്. ഡെഫിനിഷൻസും അതിന്റെ പ്രൂഫും ഇംപ്ലിക്കേഷൻസും അസംഷൻസും ഒക്കെ ഇതോടുകൂടെ എഴുതണം. ഒരു പെർട്ടിക്കുലർ പേപ്പറിൽ വെൽഫെയർ തിയറംസും ഇന്റർ ടെമ്പോറൽ ചോയ്സസ് ഒക്കെയാണ് സാധാരണ രീതിയിൽ ലോങ് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യനിൽ എക്സ്പെക്ട് ചെയ്യുന്ന സം കോർ തീംസ്. 250 to 350 വേർഡ് ലിമിറ്റിലാണ് നമ്മൾ എഴുതി തീർക്കേണ്ടത്. അനലറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. 40% ആണ് ഒരു ആവറേജ് ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത്. 12 മാർക്സിനാണ് ചോദിക്കാറ്. 150 to 220 വേർഡ് ലിമിറ്റിൽ നമ്മൾ എഴുതി തീർക്കണം. നെക്സ്റ്റ് ഷോർട്ട് നോട്ട്സ് ആണ്. ഡെഫിനിഷൻ ടൈപ്പ് ആയിരിക്കും. 6 ആവറേജ് സ്കോർ 6 ആണ്. ഒരു 60 to 19 വേർഡ് ലിമിറ്റിൽ നമ്മൾ എഴുതി തീർക്കണം. 2 to 3 സെന്റൻസും പ്ലസ് അതിനൊരു ഫോർമുല അല്ലെങ്കിൽ ഒരു ഫിഗർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. നെക്സ്റ്റ് ബ്ലോക്ക് വൈസ് ആയിട്ട് നമ്മളൊരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1 കൺസ്യൂമർ തിയറി ആവറേജ് സ്കോർ 28% ആണ്. ഈ ഒരു ചാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. 22 ഡിസംബർ തൊട്ട് 25 ജൂൺ വരെയുള്ള ഒരു അനാലിസിസ് ആണ്. ബ്ലോക്ക് 2 പ്രൊഡക്ഷൻ കോസ്റ്റ് ആവറേജ് സ്കോർ 62 ആണ്. സോ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ബ്ലോക്കിൽ ഒത്തിരി ഇമ്പോർട്ടന്റ് ടോപ്പിക്സും കോണ്ടന്റും ഉണ്ട്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സ്ട്രെസ് ചെയ്ത് തന്നെ പഠിക്കണം. ബ്ലോക്ക് 3 കോമ്പറ്റീഷൻ ആൻഡ് വെൽഫെയർ ആണ്. 9.6% ആണ് ഒരു ആവറേജ് ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ട്രെൻഡ് ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ഫോർമാറ്റിന്റെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഇതിൽ കാണാൻ പറ്റും ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷന് ഒന്ന് കൂടി വന്നിട്ടുണ്ട്. 24 ശേഷം 25 ജൂൺ ആകുമ്പോഴേക്കും അതിന്റെ ഒരു എണ്ണം ഇൻക്രീസ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ ബാക്കി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് SC ആയിക്കോട്ടെ അനലറ്റിക്കൽ ഷോർട്ട് നോട്ട്സ് ചെറിയൊരു ഡിഗ്രീസ് റിഡക്ഷൻ നമുക്ക് കാണുന്നുണ്ട്. എങ്കിൽ പോലും ഇത്തരം ദിസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ പ്രിപ്പറേഷൻ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ സ്ട്രാറ്റജിക്കലി മൂവ് ചെയ്യാം എന്നുള്ളതാണ്. ആ ഒരു ടൈം ലിമിറ്റിൽ വെച്ചുകൊണ്ട് എത്രയാണോ വേർഡ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് ആ വേർഡ് ലിമിറ്റിനകത്ത് തന്നെ നമുക്ക് എഴുതി തീർക്കാൻ പറ്റണം. സോ ന്യൂമറിക്കൽസിന് ഒരു 73 മിനിറ്റ്സ് കൊടുക്കാം. ലോങ് എസ്സേസിന് 27 മിനിറ്റ്സ്. 12 മാർക്ക് അനലറ്റിക്സിന് ഒരു 26 മിനിറ്റ്സ്. അതുപോലെ ഷോർട്ട് നോട്ട്സിന് 30 മിനിറ്റ്സ് കൊടുത്തിട്ട് നമ്മൾ എക്സാം എഴുതി തീർക്കണം. ബ്ലോക്ക് 2 ആണ് കുറച്ചും കൂടെ സ്ട്രെസ് ചെയ്യേണ്ടത്. ഹൈ ഈൽഡ് ആയിട്ടുള്ള ടോപ്പിക്സ് അതിനകത്താണ് നമ്മൾ കാണുന്നത്. സം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ഡിസ്കസ് പ്രോപ്പർട്ടീസ് ഓഫ് എ കോസ്റ്റ് ഫംഗ്ഷൻ ഡിറൈവ് AC, MC, ABC, AFC ആവറേജ് കോസ്റ്റും മാർജിനൽ കോസ്റ്റും ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. സെക്കൻഡ് വൺ ഇതൊരു 8 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ആവറേജ് കോസ്റ്റ് ഡിറൈവ് ചെയ്യാൻ പറഞ്ഞിട്ട്. സെക്കൻഡ് എക്സ്പ്ലെയിൻ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആൻഡ് കോമ്പറ്റേറ്റീവ് ഫേം ഇക്വിലിബ്രിയം ഡിറൈവ് സപ്ലൈ 6 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. തേർഡ് സ്റ്റേറ്റ് ദ വെൽഫെയർ തിയോറം വാളോസ് SS efficiency of competitive equilibrium 6 times appear ചെയ്തിട്ടുണ്ട്. എക്സ്പ്ലെയിൻ VNM expected utility and risk attitude 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഫിഫ്ത്ത് ഡികമ്പോസ് പ്രൈസ് എഫക്ട് ഇൻടു സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻകം എഫക്ട് 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. സിക്സ്ത് സോൾവ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം വയ ലഗ്രാഞ്ചിയൻ ഫോർ ഗിവൺ യൂട്ടിലിറ്റി ആൻഡ് പ്രൈസസ് 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. സെവൻത്ത് ഡിഫറൻഷിയേറ്റ് ഷോർട്ട് റൺ വേഴ്സസ് ലോങ് റൺ പ്രൊഡക്ഷൻ കോസ്റ്റ് ഫംഗ്ഷൻ 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഡിഫൈൻ ആൻഡ് ഡിസ്കസ് ലെയോൺറ്റീവ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പ്രോപ്പർട്ടീസ് ഇല്ലുസ്ട്രേഷൻസ് 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. എക്സ്പ്ലെയിൻ CA's പ്രൊഡക്ഷൻ കമ്പ്യൂട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 10th ഷോ കോസ്റ്റ് മിനിമൈസേഷൻ ആൻഡ് ഡിറൈവ് ദ എക്സ്പാൻഷൻ പാത്ത്. ഓക്കെ ഗ്രാഫ്സ് നിർബന്ധമാണ് തന്നെ 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻസിന്റെ ഫ്രീക്വൻസിയും അതുപോലെ തന്നെ എത്ര ടൈംസ് ഇത് അപ്പിയർ ചെയ്തിട്ടുണ്ട് അതിനൊരു ആവറേജ് സ്കോർ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 ഡിസ്കസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് കോസ്റ്റ് ഫംഗ്ഷൻ ആവറേജ് കോസ്റ്റും മാർജിനൽ കോസ്റ്റും ഒക്കെ
ബ്ലോക്ക് 2-ൽ നിന്നുള്ളതാണ്. 8 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ആവറേജ് സ്കോർ 18 ആണ്. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആൻഡ് കോമ്പറ്റേറ്റീവ് ഫോം ഇക്വിലിബ്രിയം ബ്ലോക്ക് 3-ൽ നിന്നുള്ളതാണ്. 6 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 17 ആണ് ഒരു ആവറേജ് സ്കോർ. നെക്സ്റ്റ് സ്റ്റേറ്റ് വെൽഫെയർ തിയറംസ് ആൻഡ് വാൾ ലോസ് ബ്ലോക്ക് 3-ൽ നിന്നാണ്. 6 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. 20 ആണ് ഒരു ആവറേജ് സ്കോർ. എക്സ്പ്ലെയിൻ VNM എക്സ്പെക്ടഡ് യൂട്ടിലിറ്റി ആൻഡ് റിസ്ക് ആറ്റിറ്റ്യൂഡ് ബ്ലോക്ക് 1-ൽ ഉള്ളതാണ്. 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ആവറേജ് സ്കോർ 17 ആണ്. ഡികമ്പോസ് പ്രൈസ് എഫക്ട് ഇൻടു സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻകം എഫക്ട് 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 20 ആണ് ഒരു ആവറേജ് സ്കോർ. സോൾവ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം വയ ലംഗ്രാജിയൻ മെത്തേഡ് ഫോർ ഗിവൺ യൂട്ടിലിറ്റി ആൻഡ് പ്രൈസസ് 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 20 ആണ് ഒരു ആവറേജ് സ്കോർ. നെക്സ്റ്റ് ഡിഫറൻഷിയേറ്റ് ഷോർട്ട് റൺ വേഴ്സസ് ലോങ് റൺ പ്രൊഡക്ഷൻ കോസ്റ്റ്, അതുപോലെ ഡിഫൈൻ ആൻഡ് ഡിസ്കസ് ലിയാക്റ്റീവ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. രണ്ടിന്റെയും ആവറേജ് സ്കോർ 16 ആണ്. എക്സ്പ്ലെയിൻ ഫീച്ചേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് CS പ്രൊഡക്ഷൻ ഫംഗ്ഷൻ and compute elasticity of substitution. Next, show cost minimization and derive the expansion path. ഈ 2 ക്വസ്റ്റ്യൻസും 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 20 ആണ് ഒരു ആവറേജ് സ്കോർ. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രിയോ PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെ, നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക. സോ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള സം ക്വസ്റ്റ്യൻസ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കണ്ടാൽ തന്നെ ലൈക്ക് ഈ ഒരു ചാർട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. 65% ആണ് അതർ ക്വസ്റ്റ്യൻസ്. ബാക്കി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരു 40% എന്താണ് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ആവർത്തിക്കുന്നത്. സോ ഇതിൽ നിന്നും ഈ ഒരു നമ്മൾ ഇത്രയും ഡിഫൈൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഈ 20 ക്വസ്റ്റ്യൻസ് എന്തായാലും December 25-ലുള്ള TE-ലോട്ടേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ബൗണ്ട് ആയിട്ട് ലൈക്ക് 5 minutes ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡെഫിനിഷൻസും ഡയഗ്രാംസും ഒക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ഒരു 12 to 15 minutes എഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നന്നായിട്ട് ലൈക്ക് ഡയഗ്രാംസ് ഒക്കെ ലേബിൾ ചെയ്യണം, നന്നായിട്ട് വരയ്ക്കണം. ന്യൂമറിക്കൽ ഹൈജീന് അത് ഇമ്പോർട്ടന്റ് ആണ്, അത് നന്നായിട്ട് കീപ്പ് ചെയ്യണം. അല്ലെങ്കിൽ എക്സാം ലൈക്ക് ആൻസേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ ചെയ്തിരിക്കുന്ന കാൽക്കുലേഷൻസ് ഡിഫറെന്റ് ആവാൻ സാധ്യതയുണ്ട്. നമ്മൾ ഡിഫറെന്റ് ബ്ലോക്കിന്റെ ഒരു പ്രോബബിലിറ്റി നോക്കുകയാണെങ്കിൽ കൺസ്യൂമർ തിയറി ഫസ്റ്റ് ബ്ലോക്ക്, അതിലുള്ള യൂണിറ്റ് 1 ഇമ്പോർട്ടന്റ് ആണ്. കൺസ്യൂമർ പ്രിഫറൻസസ് 100% പ്രോബബിലിറ്റി ആണ്, ഹൈ കാറ്റഗറി ആണ്. ബ്ലോക്ക് 1-ലെ കൺസ്യൂമർ തിയറിയും മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ഇൻകം 100% ചാൻസ് ഉണ്ട്, ഹൈ കാറ്റഗറി ആണ്. കൺസ്യൂമർ സർപ്ലസ്, ക്വാസി ലീനിയർ പ്രിഫറൻസസും ചേഞ്ച് ഇൻ കൺസ്യൂമർ സർപ്ലസും 100% പ്രോബബിലിറ്റി ഉണ്ട്, ഹൈ ചാൻസ് ആണ്. നെക്സ്റ്റ് റെപ്രസെന്റേഷൻ ഓഫ് അൺസർട്ടനിറ്റി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ 100% ചാൻസ് ഉണ്ട്, ഹൈ കാറ്റഗറി ആണ്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻസ് 100% ചാൻസ് ഉണ്ട്, ഹൈ കാറ്റഗറി ആണ്. ഗ്രാഫിക്കൽ അപ്രോച്ച് ഫോർ കോസ്റ്റ് മിനിമൈസേഷൻ ഒരു 83% ചാൻസ് ഉണ്ട്, റൗണ്ട് ആൻഡ് ഹൈ കാറ്റഗറി ആണ്. നെക്സ്റ്റ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻസ് 100% ചാൻസ് ഉണ്ട്, വാലോസും 83.3% ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ഹൈ പ്രയോറിറ്റി ഉള്ള ഏതാണ്ട് 70%ഓളം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കോസ്റ്റ് ഫംഗ്ഷൻ പ്രോപ്പർട്ടീസ് ഒക്കെയാണ്. ആവറേജ് കോസ്റ്റും മാർജിനൽ കോസ്റ്റും ഒക്കെ കാണാൻ പറഞ്ഞിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആ ഡെഫിനിഷൻസും അതിന്റെ റിലേഷൻഷിപ്സും നമ്മൾ എഴുതണം. നെക്സ്റ്റ് കോമ്പറ്റേറ്റീവ് ഫോം ഇൻഡസ്ട്രി ഇക്വിലിബ്രിയം പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഒക്കെയാണ്. ഡയഗ്രാം നന്നായിട്ട് വരയ്ക്കണം, അതിന്റെ കണ്ടീഷൻസും അതുപോലെ ലോങ് റണ്ണും ഷോർട്ട് റണ്ണിലുള്ള നേച്ചറും കൂടെ നമ്മൾ എഴുതണം. നെക്സ്റ്റ് വെൽഫെയർ തിയറംസ് ആണ്, അതിന്റെ ഒരു ഡയഗ്രാം 3 സ്റ്റെപ്പ് തിയറം സ്റ്റേറ്റ്മെന്റും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. മീഡിയം ഒരു 40 to 69% ആണ് ടോട്ടൽ ഷെയർ. VNM എക്സ്പെക്ടഡ് യൂട്ടിലിറ്റിയും റിസ്ക് ആറ്റിറ്റ്യൂഡും ആണ്. അതിനകത്ത് അതിന്റെ ന്യൂമറിക്കൽ സൈഡ് കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിക്കണം. നെക്സ്റ്റ് സൾസ്കി ആൻഡ് ഹിഗ്സ് ഡീകമ്പോസിഷൻ, കൺസ്യൂമർ ഇക്വിലിബ്രിയം, ഷോർട്ട് വേഴ്സസ് ലോങ് റൺ പ്രൊഡക്ഷൻ. നെക്സ്റ്റ് തേർഡ് കാറ്റഗറി ആണ് ലോ പ്രയോറിറ്റി 40% ചാൻസ് ഉള്ളത്. ലിയാക്റ്റീവ്, CS, ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, അതുപോലെ കോസ്റ്റ് മിനിമൈസേഷൻ, ഇന്റർടെമ്പോറൽ ബഡ്ജറ്റ് ലൈൻ, അതിന്റെ ഡെറിവേഷൻസും അതുപോലെ തന്നെ അതിന്റെ അസംഷൻസും ഫീച്ചേഴ്സും ഇപ്പം ഡയഗ്രാംസ് കൂടെ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു പാത്തും കൂടെ ഇൻക്ലൂഡ് ചെയ്യിക്കണം. ഇനി ഹൈ ടു മീഡിയം ടോപ്പിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ കോസ്റ്റ് ഫംഗ്ഷൻ പ്രോപ്പർട്ടീസ് 5 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. കോമ്പറ്റേറ്റീവ് ഫോം ഇൻഡസ്ട്രി, അതിന്റെ ഇക്വിലിബ്രിയം 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. വെൽഫെയർ തിയറംസ് 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. VNM എക്സ്പെക്ടഡ് യൂട്ടിലിറ്റി ആൻഡ് റിസ്ക് ആറ്റിറ്റ്യൂഡ്സ് 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. സൾസ്കി ഹിഗ്സ് ഡീകമ്പോസിഷൻസ്
മൂന്ന് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. കൺസ്യൂമർ ഇക്വിലിബ്രിയം ലഗ്രാഞ്ചിയൻ 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഷോർട്ട് വേഴ്സസ് ലോങ് റൺ പ്രൊഡക്ഷൻ 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ലിയോൺടീഫ് പ്രൊഡക്ഷൻ 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. CES ഇലാസ്റ്റിസിറ്റി സബ്സ്റ്റിറ്റ്യൂഷൻസ് 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. കോസ്റ്റ് മിനിമൈസേഷൻ എക്സ്പാൻഷൻ പാർട്ട് 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ 3 hours ആണ് ടൈം ലിമിറ്റ്. മാക്സിമം സ്കോർ 100 ആണ്. സെക്ഷൻ എ ബി സി ഉണ്ട്. സെക്ഷൻ എയിൽ നമ്മൾ 2 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി. ബി പാർട്ടിൽ 4 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. ആൻഡ് സി സെക്ഷനിൽ നമ്മൾ വി ഷുഡ് ആൻസർ ബോത്ത് ക്വസ്റ്റ്യൻ. സെക്ഷൻ എയിൽ 2 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി. 20 മാർക്ക് ഈച്ച് ആണ്. പാർട്ട് 1 using a indifference budget framework, derive the Sulsky decomposition for a fall in the price good X when X is normal. Clearly indicate substitution and income effect on liability diagram. 10 mark in the question. B, a consumer has a U of XY is equal to X raised to 0.4, Y 0.6, precise PX is equal to 8, PY is equal to 4, and income is equal to M 320. Solve the Lagrangian to obtain the equilibrium bundle and indirect utility at this bundle. Second question, A part, for the CS technology, Q is equal to delta K raised to P plus 1 minus delta of L raised to P of 1 by P. 0 is less than delta less than 1, P not equal to 0. Derive the elasticity of substitution and discuss 2 special cases defined P0 and P is almost limit to minus infinity, with the K is equal to K raised to 1 by 2, L raised to 1 by 2, factor prices W is equal to 10 and R is equal to 5, and target output Q is equal to 200. Obtain conditional input demand and expansion path, cost minimizing bundle and cost. Third question, in a 2-person, 2 good exchange economy, state explain first fundamental theorem of welfare economics. B, define Wallows in general equilibrium setting and explain how it supports the existence of a competitive equilibrium. Fourth, a competitive firm has a STZ 1 by 3 Q raised to 3 minus 6 Q square plus 27Q plus 50. Derive the firm's short-run supply curve and state the shutdown condition. B, distinguish between short-run and long-run industry equilibrium under perfect competition with a labeled diagram and explain why economic profit tend to 0 in the long run. Section B, answer any 4. 12 marks ആണ്. 5. Fifth question, define consumer surplus and outline one measurement approach. B, if market demand Q is equal to 16 minus 3P, compute the change in consumer surplus when price rises from P to P8. P5 ൽ നിന്നും P8 ആകുമ്പോഴേക്ക്. 6. State the non-Newman Morgenstern expected utility theorem and in assumptions. Its assumptions, decision maker has a UW is equal to square of W and faces a lottery playing 4,000 with probability of 0.3 and 9,000 with probability of 0.7. Compute expected utility, certainty equivalent and risk premium. 7th, let Q is equal to 20L plus 2L square minus 0.1 L cube. Derive APL and MPL. Identify stage boundaries of production and state the economically relevant zone. 8th, define an isoquant and the economic region of production. Explain why this region lies between rich line using clear diagram and supporting arguments. 9th, for TZ is equal to 0.2 Q cube minus 2Q square plus 14Q plus 100. Derive AC and MC and find the output minimizing AC. B, briefly contrast short-run and long-run cost functions. 10. With an indifference curve diagram, distinguish compensating variation from equivalent variation for a price rise of good X, good Y, and income fixed. 11th, for a price taking firm with Cobb-Douglas technology, Q is equal to AK alpha L raised to beta, alpha and beta greater than 0, and output price P, input price R. Write the restricted cost minimization problem, derive conditional input demand, and obtain the profit functions. Section C, attempt both 6 mark. 12, explain any 2. A, well-behaved preferences, certainty equivalent, return to scale, and wall loss. 13, distinguish between any 2. Cardinal versus ordinal utility, shutdown point versus break-even point, utility function versus preferences, average cost versus
മാർജിനൽ കോസ്റ്റ്. സോ ഈ ഒരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നിങ്ങൾ എന്തായാലും ഗോ ത്രൂ ചെയ്യണം. ആൻസേഴ്സ് നമ്മുടെ ലേൺവേസിന്റെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ആൻസറും അതുപോലെ മാർക്കിംഗ് സ്കീമും നിങ്ങൾ നന്നായി അറിഞ്ഞിരിക്കണം. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് മേക്ക് എവറിത്തിങ് ബെറ്റർ. സോ ഓൾ ദ ബെസ്റ്റ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവോയ്സിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.